എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ മറി ജോയ്സ് കാണിക്കുകയാണ്. സെക്യൂരിറ്റീസ് ഒക്കെ ഉള്ള ഓഫീസിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റ് ചെയ്യുന്നത് മറ്റാരുമല്ല, സാബോ. അവനാണെങ്കിൽ ലോക്ക് ചെയ്തിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ അവരെ തുറന്നു വിടാനുള്ള ആ ഒരു കീ അത് അടിച്ചു മാറ്റി കഴിഞ്ഞു. അവനെ റൗണ്ട് ചെയ്ത സോൾജിയേഴ്സിനെ അവൻ അങ്ങനെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലും. അല്പസമയം കഴിയുമ്പോഴേക്കും ആ ജ്വല്ലറി പെണ്ണ് അവൾ അവിടേക്ക് വരും. നിന്റെ പേര് സാബോ എന്നല്ലേ? റവല്യൂഷണറി ആർമിയിലെ കമാൻഡറല്ലേ നീ? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നിന്റെയും എന്റെയും ലക്ഷ്യം ഒന്നാണ്. ഞാൻ കൂമയുടെ മകളാണ്. എനിക്ക് എങ്ങനെയെങ്കിലും കൂമയെ സേവ് ചെയ്യണം. നിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്കിവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ അവരെ സേവ് ചെയ്യാം, ഒപ്പം എന്റെ പപ്പയെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ അവരുടെ ലക്ഷ്യം നിറവേറ്റാനായി ഉഷാറായിട്ട് ഓടും. ചാബോ ആണെങ്കിൽ അവൾക്ക് വാക്ക് കൊടുക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാനും നിന്റെ പപ്പയെ തിരികെ പിടിക്കാനുമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഉറപ്പായിട്ടും ഞങ്ങളത് ചെയ്യൂന്ന് പറഞ്ഞ് ആ കാക്കയെ അവന്റെ അടുത്തേക്ക് വിളിക്കും. അതിനുശേഷം ഒരു കീ അവനെ ഏൽപ്പിക്കുകയാണ്. എത്രയും വേഗം ആ പാവപ്പെട്ട ജനങ്ങളെ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം. അവരുടെ കഴുത്തിൽ ഒരു ടോളറുണ്ട്. അത് ഈ ഒരു കീ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. എന്റെ മിഷൻ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനു മുൻപ് എനിക്ക് ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് കാക്കയെ പറഞ്ഞയക്കും. അത് കേട്ട് കാക്കയെ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. അപ്പോൾ ആണെങ്കിൽ ജ്വല്ലറി പെണ്ണിനെ നോക്കും. നിന്റെ പപ്പയെ സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് അതെന്താണ്? അതിനവൾ പറയും, എനിക്ക് ഡോക്ടർ വേഗോപങ്ങിന്റെ ഐലാൻഡിലേക്ക് പോകണം. അവനാണ് എൻ്റെ പപ്പയെ ഇപ്രകാരമാക്കി മാറ്റിയത്. അദ്ദേഹത്തെ നോർമലാക്കാൻ ആ ഡോക്ടറിന് മാത്രമേ കഴിയൂ. അത് തീർച്ചയായിട്ടും അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അത് കേട്ട് അവന് ഭയങ്കര കൺഫ്യൂഷൻ. ഭൂമിയെ വീണ്ടും പഴയതുപോലെ ആക്കാൻ പറ്റുമോ? അതിനവൾ തീർത്തു പറയും, ഉറപ്പായാലും ആ ഡോക്ടറിനെ കൊണ്ട് അത് കഴിയും. കാരണം അവനാണ് എൻ്റെ പപ്പയെ എങ്ങനെയാക്കി മാറ്റിയത്. അവനത് ചെയ്തേ പറ്റൂ. അങ്ങനെ അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് മുൻപോട്ടേക്ക് വരുമ്പോൾ ഒരു കൂട്ടം സോൾജിയേഴ്സ് അവിടേക്ക് ഓടിയെത്തുകയാണ്. അത് കണ്ട സാബോ അവളെ തൂക്കിയെടുത്ത് മുകളിലേക്ക് പോകും. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ ചുറ്റും നോക്കും. ഇവിടെ വരെ നമ്മൾ അവരെ കണ്ടതാണ്. ഇവിടെ വെച്ച് അവരെവിടേക്ക് പോയി? ഓൾറെഡി നമ്മുടെ സോൾജിയേഴ്സ് ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ഈ കാസ്റ്റിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. നമുക്ക് എത്രയും വേഗം അവിടെ മുഴുവൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം പറയും. അത് കേട്ട് സാബോ ഷോക്കാവും. ആ സമയം കഴിഞ്ഞ് സാബോ ആണെങ്കിൽ ആ ജ്വല്ലറി പെണ്ണുമായിട്ട് സേഫായി പുറത്തേക്ക് വരികയാണ്. സാബോ ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും കൂമയെ ഞാൻ സേവ് ചെയ്യും. റവല്യൂഷണറി ആർമിയുടെ കമാൻഡറാണ്. ഒരു പൈലറ്റായ നിനക്ക് എൻ്റെ വാക്കുകളിൽ സംശയം തോന്നിയേക്കാം. പക്ഷേ സംശയിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. എത്രയും വേഗം നീ എഡ്വേർഡ് ഐലാൻഡിലേക്ക് പോകണം. അവിടെ വെച്ച് വേഗോപങ്കിനോട് നിന്റെ കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. അവളാണെങ്കിൽ അത് ശരിവെച്ച് അവിടുന്ന് പോവാണ്. കട്ട് ചെയ്താ ഇവിടെ കിങ് കോബ്ര. ആളാണെങ്കിൽ ഒറ്റയ്ക്ക് ഇപ്പൊ ആ വീൽ ചെയർ ഉരുട്ടി 5 എൽഡേഴ്സിനെ കാണാൻ ആ മാക്സിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആള് കാണും ദൂരത്തായിട്ട് ആ വലിയ റോയൽ ചെയർ, അതിനു ചുറ്റും ഒരുപാട് സ്ക്വാഡുകൾ. അതുകൊണ്ട് ആളൊന്ന് ഞെട്ടും. അല്പസമയം കഴിയുമ്പോഴേക്കും ആ 5 എൽഡേഴ്സ് അവിടേക്ക് കടന്നു വന്ന് കിങ് കോബ്രയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് ചോദിക്കും. അതിനാളാണെങ്കിൽ അവരെ ത്രട്ടൺ ചെയ്യും പോലെ സംസാരിക്കാനായിട്ട് തുടങ്ങും. വേൾഡ് ഗവൺമെന്റ് 20 മൊണാർക്കി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും അവരുടെ ഫാമിലിയുമായിട്ട് മറി ജോയ്സിലേക്ക് വന്നു. അവിടെ വെച്ചാണ് വേൾഡ് ഗവൺമെന്റിന്റെ സ്റ്റാർട്ടിങ്. ആ 20 പേരിൽ ആരും തന്നെ ഡിക്റ്റനേറ്റർ ആവാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു ചെയറും ഒരുപാട് സ്ക്വാഡുകളും അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ 20 പേരെയാണ് സെലസ്റ്റിയൽ ഡ്രാഗണായിട്ട് ആദ്യം തന്നെ കൺവേർട്ട് ചെയ്തത്. ആക്ച്വലി ക്വീൻ ലില്ലി അവളുടെ പേര് മാത്രം 20 വർഷമായിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 20 കത്തികൾക്ക് പകരം ഇപ്പൊ 19 കത്തികൾ ചെയറിന് ചുറ്റും സൂക്ഷിച്ചിരിക്കുന്നത്. കിങ് കോബ്ര ആണെങ്കിൽ അവരോട് തീർത്ത് പറയും, ആക്ച്വലി ഞാൻ നിങ്ങളുടെ ബുക്സ് അതെല്ലാം തന്നെ വായിച്ചു. അതില് കോവിഡ് സെഞ്ചുറിക്ക് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അതിനു മുൻപുള്ള കാര്യങ്ങളൊന്നും തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ലില്ലി പോയതിനു ശേഷം അലപ്പെസ്റ്റ് ഐലാൻഡിലേക്ക് വന്നത് ലില്ലിയുടെ ബ്രദറാണ്. അതിനുശേഷം എന്താണ് നടന്നതെന്ന് നിങ്ങൾ തന്നെ പറയണം. സത്യത്തിൽ ഇവിടെ നിന്ന് പോയ ആ ലില്ലിൻ അവൾ ഒരിക്കലും അവളുടെ ഐലാൻഡിൽ തിരികെ എത്തിയിട്ടില്ല. അവൾക്ക് എന്താണ് സംഭവിച്ചത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ആക്ച്വലി 5 എൽഡേഴ്സ് അവർ ഈ ഒരു രഹസ്യം അത് മൂടി വെക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. ഇപ്പൊ കിങ് കോബ്ര അതേ ചോദ്യം അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുകയാണ്. ആ എൽഡേഴ്സ് ആണെങ്കിൽ തീർത്തു പറയും, ഞങ്ങൾക്കറിയില്ല അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന്. അതിന് കോബ്ര ആണെങ്കിൽ വീണ്ടും ചോദിക്കും, ആ ലെറ്റർ ഡി അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഡി ലെറ്റർ അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതും അവർ തന്നെയാണ് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത്. അത് കേട്ട് ആ 5 എൽഡേഴ്സ് അവരങ്ങനെ ഫ്രീസ് ആവുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ആ ചാർലസ് അവനാണെങ്കിൽ വീണ്ടും നമ്മുടെ ശിരഘോഷയെ അവളെ പിടിച്ചു വലിച്ച് ഒരു ചെയിൻ ലോക്ക് ചെയ്യുകയാണ്. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തിലും വേദനയിലും ഉച്ചത്തിൽ നിലവിളിച്ച് പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ആരെങ്കിലും രക്ഷിക്കണം. ഞാനിവിടെ പെട്ടുപോയിരിക്കുകയാണ്. കൂമ
കൂമയാണെങ്കിൽ അത് കാണുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവനിപ്പോ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ വെറും ഒരടിമ മാത്രമാണ്. ഇവിടെ ചാർലസ് ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വാവ്, എനിക്കിഷ്ടപ്പെട്ട സീ പ്രിൻസസിനെ അവളെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഒരടി ഇടിയും കിട്ടിയെങ്കിലും എനിക്ക് ഇവളെ കൊടുക്കാൻ കഴിയില്ല. ഇന്നു മുതൽ ഇവളെന്റെ അടിമയാണെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ചാർലസ് ആണെങ്കിൽ ഹായ് ആയിട്ട് ആലോചിക്കും, വാവ്, ഈ സുന്ദരിക്ക് ഞാൻ എന്താ കഴിക്കാൻ കൊടുക്കുക? ഇവളുടെ തോളിലിരുന്ന് എനിക്ക് കടലിലൂടെയും കരയിലൂടെയും ചുറ്റി സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. അതേസമയം ചുറ്റുമുള്ളവരോട് എല്ലാവരോടും നമ്മുടെ ഷിറഗോഷി അവൾ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരെല്ലാവരും ഓരോ ഐലാൻഡിലെ കിങ്ങുകളാണ്. പക്ഷേ ക്രിസ്റ്റൽ ഡ്രാഗണെതിരായിട്ട് ഒരു ചെറുവിരൽ അനക്കാനുള്ള ധൈര്യം പോലും അവർക്കില്ല. അതിലൊരാളാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാൻ വിളിച്ചു പറയും, എൻ്റെ അസിസ്റ്റൻസ് അവരെല്ലാവരും കാസ്റ്റിലിന് പുറത്താണ്. അവരകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലെ നിന്നെ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഷിറഗോഷിക്കാണെങ്കിൽ അത് കേട്ട് ഷിറഗോഷിക്ക് അവളുടെ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ട് അവൾ തല താഴ്ത്തി നിൽക്കും. അടുത്ത നിമിഷം ബാക്കിയുണ്ടായിരുന്ന കിങ്ങുകൾ അവരവിടെ നിന്ന് 100-110 ഓടുകയാണ്. ഷിറഗോഷിയുടെ ബ്രദേഴ്സിനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. ഓ നോ, ഇത്രയും പേടിത്തൊണ്ടന്മാരെങ്ങനെ ഒരു രാജ്യം ഭരിക്കും? ഇവരെല്ലാവരും യൂസ്ലെസ് ആണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ സഹോദരി ഷിറഗോഷിയെ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ ബ്രദേഴ്സ് 3 പേരും ഒരു ഓപ്പൺ ഫൈറ്റിന് തയ്യാറായി ഇപ്പോൾ അവിടേക്ക് വരികയാണ്. ചുറ്റുമുള്ളവർ വിളിച്ചു പറയും, ഒരു കാരണവശാലും നിങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാൻ പാടില്ല. സെലസ്റ്റിയൽ ഡ്രാഗൺസിനെതിരായിട്ട് ഒരു ചെറുവിരൽ അനക്കിയ അവർ നിങ്ങളുടെ ഐലാൻഡ് പോലും നശിപ്പിച്ചു കളയും. പക്ഷെ അപ്പോഴും ഷിറഗോഷിയുടെ ബ്രദേഴ്സ് അവർ പിന്മാറാൻ തയ്യാറാവാതെ അവളെ തിരികെ പിടിക്കാനായി മുൻപോട്ടേക്ക് കടന്നു വരും. ഷിറഗോഷി, നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ബ്രദേഴ്സ് അവരെന്തൊക്കെ സംഭവിച്ചാലും നിന്നെ വിട്ടു കൊടുക്കില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ തന്നെ തിരികെ ഐലാൻഡിലേക്ക് പോകും. പിന്നീട് ഒരിക്കലും നമുക്കിവിടേക്ക് മടങ്ങി വരണ്ടെന്ന് പറഞ്ഞ് അവർ ഓടി അടുക്കുകയാണ്. അത് കണ്ട ആ ചാർലസ് അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇനി മുതൽ ഇവളെ നിങ്ങൾക്ക് വിട്ടു തരില്ല. ഇവൾ എൻ്റെ പെറ്റാണ്. അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളെ ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കൂമയെ കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യിപ്പിക്കുകയാണ്. കൂമ അവൻ്റെ ബീം പവർ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഉടനെ വിവിയും ആ ലിറ്റിൽ ഗാർഡിയൻസും അവരെല്ലാവരും ചേർന്ന് ഷിറഗോഷിയെ സേവ് ചെയ്യാനായിട്ട് അങ്ങനെ ഓടി അടുക്കുകയാണ്. ചാർലസിന്റെ പപ്പയാണെങ്കിൽ ഇപ്പൊ സോൾജിയേഴ്സിനോട് പറയും, ചാർലസ് ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്. സോ ഞാൻ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ ചാർലസ് ആണെങ്കിൽ ഉമ്മയോട് അവനെ തടയാൻ ശ്രമിക്കുന്നവരെ എല്ലാവരെയും ഇല്ലാതാക്കാനായിട്ട് പറയും. അപ്പോഴായിരിക്കും ഒക്കബോഷി അവൻ അവിടേക്ക് വന്ന് അവിടെയുള്ളവരോട് ദേഷ്യപ്പെട്ട് പറയുക, ഞങ്ങൾ എല്ലാവരും റോയൽ ഫാമിലിയിലുള്ളവരാണ്. സോ ഞങ്ങളോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ചാർലസിനാണെങ്കിൽ ഒരുപാട് ദേഷ്യം തോന്നും. കാരണം ഫസ്റ്റ് ടൈം ഇവനാണ് ചാർലസിനെ അറ്റാക്ക് ചെയ്തത്. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ ടെററായിട്ട് നിൽക്കും. ചാർലസ് ആണെങ്കിൽ ആ ന്യൂസ് വാർഡനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കോമയോട് പറയും. അപ്പോഴായിരിക്കും ലിയോയും സായും അവർ രണ്ടുപേരും വമ്പ ഫോഴ്സിലേക്ക് അവിടുന്ന് ഫ്ലൈ ചെയ്ത് വരിക. അവർ രണ്ടുപേരും പാഞ്ഞു വന്ന് ഇപ്പൊ ചാർലസിന്റെ തലക്ക് തന്നെ ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവൻ തകർന്ന് മണ്ണിന്റെ അടിയിലേക്ക് പോവാണ്. ചാർലസിന്റെ പപ്പയും അവിടെ ഉണ്ടായിരുന്ന സെലസ്റ്റിയൽ ഡ്രാഗൺസും സോൾജിയേഴ്സും എല്ലാവരും ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോകും. സോൾജിയേഴ്സ് എല്ലാവരും നിലവിളിച്ച് പറയും, ചാർലസ് അവൻ മരണപ്പെട്ടു, ഇനി നടക്കാൻ പോകുന്നത് വലിയ യുദ്ധമാണ്. കൂമയാണെങ്കിൽ അവന്റെ ബീം പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ജയന്റ് അവൻ അങ്ങനെ കൂമയെ റൗണ്ട് ചെയ്ത് പിടിക്കുകയാണ്. കൂമ ഒരു കാരണവശാലും അവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പറയും. ആ കാക്കയാണെങ്കിൽ ഫ്ലൈ ചെയ്ത് വന്ന് ഇപ്പോ ജയന്റിനോട് പറയും, കീ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എത്രയും വേഗം ഇവിടെയുള്ള പാവം ജനങ്ങളെ അവരെ സേഫ് ആക്കി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അത് കേൾക്കേണ്ട താമസം ജയന്റ് കൂമയും കൊണ്ട് ഫ്ലോറിന്റെ അടിയിലേക്ക് പോവാണ്. ചുറ്റുമുണ്ടായിരുന്ന സോൾജിയേഴ്സ് ഉച്ചത്തിൽ നിലവിളിക്കും. ഇൻക്ലൂഡേഴ്സ് അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു കാരണവശാലും അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. കട്ട് ചെയ്ത ഇവിടെ കിങ് കോബ്ര ആളാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴായിരിക്കും അവർ ഞെട്ടിച്ചുകൊണ്ട് ആ ഈമോ അവിടേക്ക് നടന്നു വരിക. എൽഡേഴ്സ് ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടേക്ക് വരാൻ പാടില്ല. കിങ് കോബ്ര ആളിവിടെ ഉണ്ട്. പക്ഷേ ആ കറുത്ത രൂപം അതാണെങ്കിൽ അവർ പറയുന്ന മൈൻഡ് ചെയ്യാതെ ആ വലിയ കസാരയിൽ വന്നിരിക്കും. ഈ ഒരു കറുത്ത രൂപം അതാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.